ഗൈസ് നമ്മൾ ഗെയിമർ ഈസ് ബാക്ക്. ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോണത് ഇത് കണ്ട ഒരു ഡൈനോസർ ഗെയിം കൾച്ചർഡ് ഐഡ. ഇതിൽ ബേസിക്കലി നമ്മളൊരു ഡൈനോസറാണ്. അത് ടാസ്ക് ചെയ്ത് പൈസയും ലെവലും കൂട്ടണം. പൈസ കിട്ടിയാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഡൈനോസർ മേടിച്ച് ഇതൊന്നും നമ്മൾ മേടിച്ചിട്ടാ മേടിക്കണം. അതിന് നമ്മൾ ടാസ്ക് ചെയ്ത് പൈസ ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, തുടങ്ങാം. ഫസ്റ്റ് ടാസ്ക് ഇത് ചെയ്യണം. ഇതിനെ വളർത്തണം, വലുതാക്കണം. കേസ് രണ്ടാമത്തെ ഭാഷ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ലാഗ് അടിച്ചു പോയി, ഒന്ന് പരസ്യം വന്നു. ഞാൻ അപ്പോഴേക്ക് ഓഫാക്കാൻ പറഞ്ഞു, റെക്കോർഡിങ് ഓഫാക്കാൻ പറഞ്ഞു. ഇവിടെ എന്താണ് യുദ്ധം നടന്നിട്ടുണ്ട് കേട്ടോ. പാവം ചത്തു. അയ്യോ ഇവിടേക്കാണ് ലൊക്കേഷൻ ട്രാൻസ്ലേറ്റഡ് ഇങ്ങോട്ട്. അയ്യോ ആള് വഴി തെറ്റിപ്പോയതാ. അടിയുടെ സ്പോൺ ആയിട്ടാ അങ്ങോട്ട്. നിന്റെ ഏരിയ എന്നാ എനിക്കൊന്നും അറിയില്ല. ശരി, ആളൊന്നും നോക്കിയില്ല. അയാൾ വിട്ടു കേട്ടോ. സമാധാനം, നല്ല മെച്ചില. ഇവിടെ നിന്ന് സൗണ്ട് എടുക്കുന്നുണ്ട്. സമാധാനം കൊടുത്താൽ ഓരോ സമാധാനം കൊടുത്താലും ഓരോ സംഭവങ്ങൾ വരും ജീവിതത്തിൽ. എന്നാലും എനിക്ക് തന്നെ പവർഫുൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടും. ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ മനുഷ്യന് കളിക്കാൻ പോലും ഗെയിം പറ്റില്ല. പ്ലീസ് നെക്സ്റ്റ് എന്തെങ്കിലും ആവട്ടെ, ഇത് വായിച്ചു തന്നാൽ ആരെങ്കിലും നിന്ന് കടി കിട്ടും. അതുകൊണ്ട് നമ്മളെപ്പോഴും സൂക്ഷിച്ച് കളിക്കണം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ വലിയൊരു കടലും മാത്രമേ ഉള്ളൂ. ഞാനും ഒരു വലിയൊരു കടലും, അത് മാത്രമുള്ളൂ. അതിന് പറ്റിയ ടൂണും ഗൈസ്. നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഏത് ഡൈനോസറിനും കണ്ടില്ല. ഒന്ന് കണ്ടു, ഒന്ന് ഡെഡ് ബോഡി, 2 ഡെഡ് ബോഡി, പിന്നെ 2 വെലോസിറാപ്റ്റർ ഡെഡ് ബോഡി, ഒരു മുതല ഒന്ന് കണ്ടു കേട്ടോ. അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ 5 കൂടെ പൂർത്തിയാക്കാം. ഇപ്പം എത്രയായി? നമ്മുടെ ഗ്രോത്ത് എത്രയാണെന്നല്ലേ? 21% ഇത്രയും പെട്ടെന്ന് കളി തുടങ്ങിയുള്ളൂ. ഈ മല താണ്ടാൻ പണിയാണ്. അതുകൊണ്ട് നമ്മൾ കുറുക്ക് വഴിയിൽ യൂസ് ചെയ്യണം. ഇപ്പം നല്ല സ്പീഡിലാണ് പോണ്. FPS നല്ല വഴി കൂടി പോകണം. പറഞ്ഞത് നാക്ക് കിട്ടൂല, അപ്പോഴേക്കും കൂടാൻ തുടങ്ങി. ഇപ്പം താഴ്ന്നു, കൂടുതലും താഴ്ന്നില്ല മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നൈറ്റ് ആവണ മുമ്പാണ് സ്പോൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയും നൈറ്റ് നമുക്ക് ഇതിൽ ബാഡ് ലക്കാണ്. ഈ നൈറ്റിൽ സ്പോൺ ആവാൻ ബാഡ് ലക്കാണ്. ഡൈനോസറിനൊന്നും കാണാൻ പറ്റില്ല, ചാവേണ്ട അവസ്ഥ വരും. പിങ് കൂടി, പിങ് കുറഞ്ഞു. സമാധാനം. ഇതായത് കൂടിയും കുറയുള്ളൂ, ഉറപ്പായിട്ടും കൂടി. പിങ്ങൂടിൻ്റെ ധാരകളൊക്കെ കാണിച്ചു. ഈ ടൂണ് വരുമ്പോൾ ഏതോ ഡൈനോസർ ഉണ്ട് തോന്നുന്നുണ്ട്. ഐ ആം ഇൻ എ ഡേഞ്ചർ. ആദിവാസികളുടെ പാട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ എത്രയുണ്ട്? ഇപ്പം 29%. ഫുഡൊന്നും കുഴപ്പമില്ല. വിട്ടാലോ, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. അവിടെ ഫുഡ് ഉണ്ട്. നേരെ വിടാം. നേരെ വിടുക. അവിടെ എത്തപ്പോൾ സ്റ്റാമിന കഴിയോ? അതെൻ്റെ ക്ഷമിച്ചു. അവിടെ പോയി. ഈസ് ഡിസപ്പിയർ. ഇവിടെ കൊണ്ടെത്തിച്ച് ഇവിടെ ഉണ്ടാവും.
പച്ചക്കറികളുണ്ട്. ഇപ്പോൾ പച്ചക്കറി ഡൈനോസർ വന്ന പൊടി. പച്ചക്കറി ഡൈനോസറിന് ഓവർ പവറാണ്. വെറുതെ പണി. ആ ലൊക്കേഷൻ മാറി. ആ ചിക്കനോട് പോയി മീൻ പിടിക്കേണ്ട അവസ്ഥ വരുമോ? ആണോ? മീൻ പിടിക്കൽ വേണം. അവിടെ പോയിട്ട് പിടിക്കുക. കുട്ടപ്പൻ, എൻ്റെ അളിയൻ, അതൊക്കെ പോട്ടെ. ഇപ്പം എനിക്ക് ജീവന ബ്രെയിൻ ഫുഡാണ് മെയിൻ. അവിടെ എന്തെങ്കിലും ഉണ്ടായതുകൊണ്ടാണ് വന്ന് എൻ്റെ സ്റ്റാമിന കയറി. വേണ്ടത്തേക്ക് പണി. വെള്ളത്തിൽ നിൽക്കാൻ സേഫ് അല്ല. ഈ വെള്ളത്തിൽ കടലിൻ്റെ അത്ര ആയതുകൊണ്ട് മധുരമുണ്ട്, സാധ്യതയുണ്ട്. എന്നാൽ ഇതിലില്ല. സ്റ്റാമിന കയറി ചാവും താഴെ. അപ്പോഴേക്കും നമ്മൾ കേടുവിടാം വരും. ഹെഡ്ബിറ്റ് കയറും. നമ്മൾക്കൊന്ന് റെസ്റ്റ് എടുക്കാം. ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം കേട്ടോ. റെസ്റ്റ് എടുക്കട്ടെ കുറച്ച് നേരം. റെസ്റ്റ് എടുക്കട്ടെ ഗൈസ് കുറച്ച് നേരം. ഗൈസ് റെസ്റ്റ് എടുത്തിട്ട് കുറേ നേരം ആവുമോ തോന്നുന്നുണ്ട്. 41% ആയിട്ട് വരാം. എന്താണ് ഇതിൻ്റെ ഇടയൊക്കെ ഫുഡില്ല ഒളിയാൻ പറ്റിയ സ്ഥലം. ഐ ആം ലാഗ് അടിച്ചോണ്ടിരിക്കുക എന്നെപ്പോലെ. ഗുഡ്രാ എനിക്ക് വിശന്നിട്ട് വയ്യ. ഭ്രാന്താണ്. സ്വിച്ച് മാസ് ചെയ്തതിൻ്റെ പ്രശ്നം. കർണട്ടോളസിന് വിഷമമായി. അവനെ എല്ലാവരും ബീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവനെ കണ്ട ഇതന്നെ അവസാനിച്ചില്ല. നല്ലൊരു ചിക്കൻ കഷ്ണം കിട്ടുക. ഇത് വലിയൊരു റിവറാണ്, വലിയൊരു പുഴയാണ്, വലിയൊരു കുളമാണ്. കറക്റ്റ്. മീൻകുട്ടന്മാർ അവിടെ നിന്ന് പോകാനല്ലോ. ഡിലോഫ വേഴ്സസ് പോകാനല്ലോ. സേഫ് അല്ല. അവിടെ വലിയ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പം നമ്മൾക്ക് നല്ല സൈഡ് മാറണം. നമ്മൾക്ക് പ്രശ്നമാണ് ഇപ്പോൾ. അവരങ്ങോട്ട് സൈഡ് മാറി നമുക്ക് വേണ്ടി. നല്ലവരാണ് കേട്ടോ. ഇപ്പം തന്നെ കൊന്നു. ഇങ്ങോട്ടാണോ? ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കണം. ഓടിക്കാം. ഇവിടെ നിന്ന് ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പ്ലീസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എത്ര %? 56%. ഞാൻ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. വിട്ടുകൊടുക്കുന്നില്ല ഇനി. ഇവിടെയൊക്കെ ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ ഇപ്പോഴാണ് മരിച്ചവൻ. അപ്പം നമ്മൾക്കൊരു ഭാഗ്യമുണ്ട്. ഇതുകൊണ്ട് ഭാഗ്യമുണ്ട് കേട്ടോ. പക്ഷെ അവൻ്റെ ഏരിയയിലേക്ക് നമ്മൾ എന്താ പൊട്ടത്തരം കാണിച്ചത്. അവനിപ്പോൾ കൊല്ലില്ലൊന്നുണ്ട്. അവിടെ പബ്ലിക് അവിടെ അപകടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപകടത്തിൻ്റെ അടുത്തേക്കൂടെ പൊടി. പക്ഷെ നമ്മൾ ധീരനാണ്. പേടിയാണ് വയസ്സ്.
തീരുമോ? തീരുന്നാൽ തീർന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല. ചത്തവനാണ് ജീവനോടെ. ശരി, നമ്മൾക്കൊന്നും പറയാം. നമ്മൾ നോക്കിയില്ല, സ്പോട്ട് ചെയ്തു, പക്ഷെ നമ്മൾ കില്ല് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ നമുക്കൊരു ചാൻസ് ഉണ്ട് അവിടെ നെക്സ്റ്റ് പ്ലേ ചെയ്യാൻ. ഞാനും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കണം. ബ്ലീഡ് ഉണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൊല്ലാൻ നോക്കി, നമ്മൾ ബ്ലീഡ് പഴിച്ച് ശരിയായി നമ്മൾ തരും. അതുകൊണ്ട് നമ്മൾക്ക് സേഫ്റ്റിയോടെ നമ്മുടെ ഫുള്ളായില്ലേ. കിങ്ങാൻ വേണ്ടി അവനെ കൊല്ലിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ മിണ്ടാണ്ട് ഇവിടെ ഇരിക്കണം നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കളിച്ച് നമ്മൾ തീരും. അതുകൊണ്ട് നമ്മൾ നല്ല മനസ്സോട് ഇവിടെ നിൽക്കുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അഭ്യർത്ഥന അത്ര മാത്രമുള്ളൂ. ശരി, ഞാൻ മുണ്ട. കടന്നു ചാവും. ആരെങ്കിലും ഒന്നും പെട്ടെന്ന് നീരാവിടാ. പേടിയാണ്. അങ്ങനെ കണ്ട എനിക്ക് പേടിയാണ്. നമ്മുടെ ഡൈനോസർ നല്ല ഏരിയയിലാണ്. അതും സാധാരണ ഡൈനോസർ ഒന്നുമില്ല, ഭീകരമാണ്. ഡിലോഫോസോറസ്, പിന്നെ ബുവനലോങ്, മറ്റേ സ്പൈനോസോറസിൻ്റെ സ്മോളർ വെർഷന് ഒക്കെയാണ്. അയ്യോ, അവന് ബീറ്റ് ചെയ്യാൻ നോക്കിയല്ലോടാ. പച്ചക്കറി ആണോണ്ട് നമ്മളെ മൈൻഡ് ഉണ്ടാവില്ല. ബീറ്റ് ചെയ്യാൻ നോക്കണം. നോക്കിയാലോ? വേണ്ടാത്ത പണി ഫുഡ് കഴിക്കട്ടെ. ആവല്ലേ ഫുഡാ. അങ്ങോട്ടാണെങ്കിൽ അടിച്ചില്ല. കുറച്ച് വലുതാണ്. നമ്മൾക്ക് ഡിലോഫാണ്. വെള്ളത്തിൽ ഷാർപ്പാണ് ഉണ്ടാവുന്നത്. ഇതത്രയും ചെറുതല്ലേ, പ്രശ്നമില്ല. സൂത്രി എഴുതിയ നമ്മളിപ്പോൾ എന്തിനാ അടിച്ച് അവനെ വെല്ലുവിളിക്കാൻ പോലെ തോന്നാനാണെങ്കിൽ കൊത്തം പറയാം. വേർ ആർ യു ലീല എന്തെങ്കിലും ആവട്ടെ. എഴുതി വെച്ചിരിക്കണം. നമ്മളൊന്നും എഴുതി വെക്കില്ല, എനിക്ക് പേടിയാണ്. ഇവിടുത്തെ സാപ്പി ചത്തുട്ട. നമ്മൾ എത്ര പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് വന്നത് ഭാഗ്യം. അല്ലെങ്കിൽ നമ്മുടെ കരുത്ത് കത്തം ഹോഗയായിരുന്നു. നമ്മളോട് ആകെ അടുത്തൊരു എഡ്ജ് പോയിന്റ് എത്തി. സമാധാനം. എത്രയും ഗ്രോത്ത് 80%. ഒന്ന് റെസ്റ്റ് എടുക്കട്ടോ. വെള്ളം കുടിക്കാനായില്ല. അതുകൊണ്ട് ഇത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് വെള്ളം കുടിക്കാനുള്ള ലൊക്കേഷൻ നോക്കി അവിടെ പോവാം. അവിടെയാണ് മറ്റേ സ്പൈനോൻ്റെ മിനി വേർഷനുള്ളത്. തീരാണെങ്കിൽ തീരട്ടെ. നമ്മളിത് ഫുൾ ഗ്രോത്ത് ആയാൽ മതിയായിരുന്നു. 52% കേട്ടോ. 3 മിനിറ്റ്സ് ടു അഡൽട്ട്. only 3 minutes to adult. എത്ര നേരം എടുക്കണം എന്തി? എനിക്ക് പേടിയും കയറുന്നുണ്ട് അതിൻ്റെ കൂടെ. പേടിയും കയറട്ടെ, എന്നാലേ കുറച്ചുകൂടെ വാമപ്പെടുള്ളൂ. അതിൽ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കണം എനിക്ക് ഇഷ്ടം. ഈ ഒരു ഗെയിം നല്ല ഗെയിമാണ്. നല്ല ഡൈനോസർ ഉണ്ട്. ഇവിടെയൊക്കെ സേഫ് ചെയ്യണം നമ്മൾ ഈ നിൽക്കുന്നൊക്കെ. അതുകൊണ്ട് മറ്റേ ഈ ഉൾപ്രദേശമൊക്കെ പോയല്ലേ വലിയ ഡൈനോസർ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാം. ഇപ്പം തന്നെ ഒരു അണ്ണനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. കാട്ടിൽ പോയാൽ അത്രയും പെട്ടെന്ന് തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അത് ഷാർക്കോയാണോ?
സ്പോൺ ചെയ്താണ്ട് അത് പ്രശ്നമില്ല. സ്പോൺ ചെയ്യിപ്പിച്ചാണ് നമ്മൾ വിചാരിച്ച് ജീവൻ ചെക്ക് ചെയ്യാൻ. അത്രയും തീരാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വരെ പോയിട്ട് അത്രയും തീരാണ് നമ്മൾ. വിശക്കണമുണ്ട് എല്ലാം വേണം. ആദ്യം വെള്ളം കുടിച്ച് തീർക്കാതെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റി നോക്കാം. ആദ്യം ക്യാരറ്റ് കിട്ടണം, മാത്രമേ എൻ്റെ ശ്രദ്ധ നമുക്ക് കിട്ടണം. ഇവിടെ ഡൈനോസറാണ് നേരെ നോക്കട്ടെ. അയ്യോ ഗൈസ്, സർപ്രൈസ് പോണേ. അയ്യോ സർപ്രൈസ് ഇട്ടാക്കട്ടെ. ഫൗള് ചീറ്റിങ്. ഇവനെ കൊന്നിട്ട് കാര്യമുള്ളൂ. ഫൗള് കൊടുത്തറ. കൊടുത്തറ. ചത്തു. പിന്നെയും നമ്മൾ ചത്തുപോയി. ചത്തുപോയി. എങ്ങനെയാ ചത്തുപോയിട്ടാ? ഭ്രാന്തവളി ചത്തുപോകണം. വിഷമകരമായ കാര്യമെന്ന് ചത്തുപോയത്. അങ്ങോട്ട് കളിക്കാം. ചത്തുപോയത് നമ്മൾ പിന്നെ തിരിച്ചു പിടിക്കണം നമ്മുടെ റാങ്ക്. ഫുൾ ഗ്രോത്ത് കവറായിട്ട് അപ്പളിക്ക് നമുക്ക് ഒന്നും തോന്നണം. ഞാൻ നല്ല അടിച്ചു കിട്ടാൻ നല്ലവരെ. ഞാനവനെ നല്ലൊരു അടിച്ചു കിട്ടാം. അത് പറഞ്ഞാൽ നമുക്ക് നല്ല കുഞ്ഞിക്കുട്ടീനെ പോലെ. ഇപ്പം നമ്മുടെ അവസ്ഥ നമ്മൾ വലുതാവണം. കുഞ്ഞിക്കുട്ടീനെ മാറിയിട്ട് നമ്മൾ വലിയൊരു എന്നെ കൊന്നവനവിടെ ഉണ്ടാ. അവൻ്റെ വായിക്കാൻ എന്നെ പോയി. എൻ്റെ വായിക്കണേ വേണ്ടത്തെ പഠിക്കും നമ്മൾ എത്ര എന്നിട്ട്. എൻ്റെ ബോഡിയൊക്കെ കാണാൻ പറ്റില്ല. എൻ്റെ ബോഡി ഒന്നും കാണാനില്ല. എൻ്റെ ബോഡി അവിടെയില്ലേ. എൻ്റെ വായിക്കാനൊരു പേടിയാണ്. നമ്മൾ അങ്ങനത്തെ റിസ്ക് എടുക്കില്ല. അവൻ്റെ മേലെ റിസ്ക് എടുക്കാൻ പേടിയാണ്. അതുകൊണ്ട് നമ്മൾ നേരെ ഇതിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ മലയിൽ നിന്ന് ചെക്ക് ചെയ്യണം നമ്മൾ. ഒരാൾക്ക് അങ്ങനെയാണ് അവൻ വന്ന് കൊല്ലുന്നത്. മനസ്സിലായി അവൻ്റെ ട്രിക്കുകളൊക്കെ. അതുവരെ അവൻ റെസ്റ്റ് എടുക്കും. അവൻ്റെ റെസ്റ്റ് ആൻഡ് പീസ് എടുക്കും. എന്നിട്ട് ഒരാളെ കണ്ടാൽ അവൻ വന്ന് കൊല്ലും. അതാണ് അവൻ്റെ ട്രിക്ക്. എൻ്റെ ചിക്കനുണ്ട്, എൻ്റെ മീറ്റ് അവിടെ കിടക്കുന്നുണ്ട്. ഞാനാണ് അവിടെ ഇരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് ഞാനാണ് അവിടെ തത്തെടുക്കണം. ഷാർക്കാണ് അവിടെ ഉണ്ട് കേട്ടോ. കല്ല് മുങ്ങി. അതെങ്ങനെ? കല്ലിന് പേടിക്കേണ്ട. ബേജാറൊക്കെ ഉണ്ടോ? പോയി ബേജാറാവണ്ട. ബാബി ടക്ലിസില്ലേ എഴുന്നിട്ടുള്ള ഡൈനോസറുണ്ട്. ഇങ്ങോട്ടാണ് അങ്ങനെ തോന്നുന്നു. അന്ന് അവനെ ഇവിടേക്കൊക്കെയല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവനെ വേറെ ഓടിക്കുന്നതാണ്. നിൽക്കണേ, നിർത്തണം. ഞാൻ ഫുള്ളായി പോയി ഉറപ്പിക്കുക. എന്നെ കൊന്നേരിയ. എനിക്ക് പേടിയാണ്. ചെക്ക് ചെയ്താ മറ്റവൻ ശ്രദ്ധിക്കണ്ട. എൻ്റെ പേടിയാണ് കളിക്കാൻ. എത്ര മിനിറ്റാണ്? 15 മിനിറ്റ്സ് ടു അഡൽട്ട്. ഇത് ഫുൾ കൃത്യം വെച്ചിട്ട് പോയാൽ മതിയോ നമുക്ക് തോന്നുന്നു.
എനിക്ക് പേടിയാണ് ഈസ്. നമ്മുടെ എത്രാമത്തെ കഥമാണ്? 1ാമത്തെ കഥമായിട്ടുള്ളൂ. ഒരു കഥയും കൂടെ എനിക്ക് ആവശ്യമില്ല. 1ാമത്തേനോ 2ാമത്തേനോ ഒന്നും മനസ്സിലാവണ്ട. ഗായ്സ് നമ്മളില്ലേ കുറച്ച് ദൂരം നടന്നു കേട്ടാ. നമ്മുടെ ബ്ലാക്ക് സ്ക്രീൻ ഇട്ടിട്ട് നമ്മൾ ടൈറാനോസോറസ് അവിടെ ഇരിക്കുന്ന കണ്ടു. അതിൻ്റെ ബാക്കി പോകാണ്ടിരിക്കാൻ നമ്മൾ ബാക്കി പോകുന്നില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ അതിൻ്റെ ആ കുഞ്ഞിൻ്റെ മുകളിൽ കയറിയിട്ടു. അങ്ങനെയല്ല ഇതിൻ്റെ മുകളിൽ കയറിയിട്ടു. അത് നിങ്ങൾ കാണിച്ചു തരാൻ പ്ലാൻ ഉണ്ട്. പക്ഷെ നല്ല ഡേഞ്ചറസ് ആണ്. സോ ഞാൻ ചത്തില്ലെങ്കിലേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് അടിക്കണം കേട്ടോ. നമ്മൾ കണ്ടാൽ മാത്രം എന്നിട്ട് അവൻ എന്നെ അടിക്കാൻ വന്നതല്ലേ കഥ. അവനെ കാണാനൊന്നും പറ്റില്ല. അവനെ കാണാനൊന്നും പറ്റില്ല. ഇതുവരെ അവനെ കാണാൻ പറ്റില്ല കേട്ടോ. എന്ത് സംഭവം? അതാ പറക്കുന്ന ഡിനോസർ. ഇവിടെ എന്താ കേന്ദ്രമാണ്, ഡൈനോസർ കേന്ദ്രമാണ് കേട്ടോ. അവനെന്ത് സ്റ്റണ്ണായിപ്പോയ. അവൻ്റെ നെറ്റ് പോയതാണ്ട്, നമ്മുടെ ഇല്ല കേട്ടോ. അവൻ്റെ നെറ്റ് പോയതാണ്. നമ്മുടെ ഇല്ല കേട്ടോ. നമ്മുടെ പിന്നൊക്കെ കുഴപ്പമില്ല. നോക്കി നമ്മുടെ പിന്ന് 143. നേരത്തെ കുറവായിരുന്നു കേട്ടോ. നേരത്തെ കുറവായിരുന്നു. ഇതിൽ കൂടെ നടന്നു പോകണല്ലേ. അവിടെ ആണെങ്കിൽ സ്റ്റെഗിൻ്റെ കുഞ്ഞുണ്ട്. എന്താ മൊത്തം കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇടുന്നത്. ഇവിടെ എന്താ പറയുക സെർവർ ചേർക്കും. എനിക്കൊന്നും കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്താ അനങ്ങാൻ പറ്റണ്ടിരിക്കും. ഓട്ടം ഇതിനകത്ത് റോട്ടിൽ എന്നെ കൊല്ലണ്ടാ പ്ലീസറാ. ഞാനിപ്പോൾ പോണായിരുന്നു. ഇനി ഈ കൊല്ലിൽ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് പോയി ചാവാൻ. ഈ പിന്നെ എനിക്കൊന്നും വേണ്ട എൻ്റെ നെക്സ്റ്റ്. എനിക്കൊരു പ്രാന്ത് സ്വഭാവം ഇരിക്കുന്നുണ്ട്. വിശന്നിട്ടും പയ്യേസ് വിശന്നിട്ടും പയ്യ. അങ്ങനെ കുറേ ഡൈനോസറൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ പെട്ടെടുക്കണേ. നമ്മൾക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനായിട്ട് പറ്റാത്ത രീതിയിലാണ്. അവിടെയാണെങ്കിൽ മറ്റേ ഡൈനോസറുണ്ട്. എവിടെ നോക്കിയാലും ഒന്നും തിരിയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പം സ്റ്റക്കായി കിടക്കണല്ലേ. ഇതിൽ വള്ളത്തിൽ നമ്മൾ ഈ ഐലൻഡിൽ പെട്ടെടുക്കണം. ഈ ഐലൻഡിൽ സർവൈവ് ചെയ്യേണ്ടി വരും. ഫുൾ ഗ്രോത്ത് എത്തിക്കുന്നവരെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതുവരെ എൻ്റെ ഫുഡൊക്കെ തീരും. എങ്ങനെയാണ് ഫുഡ് സംഭരിക്കണം. അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുൾ ഗ്രോത്ത് ആവാൻ എന്ത് പണിയും അടിച്ച് ചാവാണ്ടിരുന്നാൽ മാത്രം മതി. ഇവിടെ അടുത്ത് മീൻ പിടിക്കുന്നുണ്ട്. അവിടെ നല്ല ദൂരത്ത് ചിക്കനും ഉണ്ട്. നല്ല ദൂരത്താണ്. മീൻ പിടിക്കുന്ന അത്ര സേഫ് ഇല്ല. അവിടെ എന്തോ അറ്റാക്കൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് പേടിയാണ്. ഈ പിന്നും അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു. എനിക്ക് പേടിയോടെ കയറാനൊക്കെ ചാടിക്കിടക്കേണ്ടി വരുമോ കളിക്കാൻ? എന്തായാലും ഇങ്ങനെ സർവൈവ് ചെയ്യും ഇങ്ങോട്ട്. മുതലുള്ള സ്ഥലമാണ്. അതോടെ കാരണം ഇന്ന് എന്താണ് ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവട്ടെ. നമ്മൾ ഈ ഐലൻഡിൽ പെട്ടുപോകുമോ? നമ്മളില്ലേ ഈ ഐലൻഡിൽ പെട്ടുപോയ അവസ്ഥ പോലെയാണ്. പെട്ടുപോയി ഫുള്ളായി പെട്ടുപോയി. കണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ. ഓയ് ലാഗ് അടിച്ചുകൊണ്ട് നമ്മൾ എവിടെയോ പോകുന്നു.
നമ്മൾ ക്വസ്റ്റിനെ കണ്ടുട്ടാ മറ്റേ ഇവിടെ സ്റ്റക്കായിട്ടുണ്ടായിരുന്നില്ലേ കണ്ടു. അവനെ അവിടേക്ക് പോയത്. അപ്പോൾ നമുക്കിപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട് പോകാൻ, പക്ഷെ മുതലുണ്ടാവും ഡേഞ്ചർ. നമ്മളൊക്കെ ഒന്ന് നോക്കണ്ട്. ഇവിടെ പിന്നെ ജീവിക്കാൻ വേറെ വഴിയില്ലല്ലോ. നോക്കാം, പഠിക്കാം. വേറെ വഴിയില്ല, നമുക്കിത് തന്നെ ചെയ്യണം. അങ്ങനെ കേറിയിട്ടാ ഇനി ഫുഡ് തപ്പട്ടെ. ഫുഡും തപ്പാൻ അപ്പുറത്തെ മല, അപ്പുറത്ത് കൂടെ കയറണല്ലോ. തീരാണ്ടിരുന്നാൽ മതി. അപ്പഴേക്കും സ്മെല്ല് പോയ പ്രശ്നമാണ്. കയറാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താ കയറാനുള്ള ഓപ്പർച്യൂണിറ്റി? കണ്ടില്ല. അതുകൊണ്ട് എങ്ങനെയും ഇവിടെ സ്തംഭടിക്കണം. ഇത് വലിയ സ്ഥലത്ത് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയും നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു. ഇനി മറ്റു ഡൈനോസർ എല്ലാവരും ഡൈനോസറിൻ്റെ ഏരിയ ഉണ്ട്. പണി പോളുവോ? എന്താ ചെയ്യേണ്ടത്? നമ്മൾ മീറ്റ് എടുക്കണമെങ്കിൽ പണിയാണ്. എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ പ്രശ്നം അവനെ വീണ്ടും കൂടെ സൗണ്ട് അങ്ങനത്തെ വേണ്ടി. അയ്യോ ചത്ര എങ്ങനെയും മലയിൽ സ്തംഭടിച്ചിരിക്കുന്നു. എങ്ങനെയാടോ നമ്മളെ ഹാക്കറായ? തന്നെ പോകണ്ടല്ലോ. നമ്മളെങ്ങനെയാ ആ ഡൈനോസറിൻ്റെ നിന്ന് പോയിട്ടുണ്ട്. അവനോട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹെൽത്ത് ഫുള്ളാക്കി. തിന്നാനുള്ളൊരു ഭാഗം കിട്ടി. അവന് ഉള്ളിൽ നിന്ന് വേണ്ടിയാണ്. എങ്ങനെയൊക്കെ തിന്നാൻ എനിക്ക് പേടിയാണ്. അതാണ് എൻ്റെ പേടി പ്രശ്നം ഉണ്ടോ. എനിക്ക് പേടിയാണ്. അവിടുന്ന് പോവാം. ഇപ്പോൾ കളി അത് കഴിഞ്ഞിട്ട് പോവാം. കഴിച്ചു അങ്ങനെയൊക്കെ നമ്മളൊന്ന് റിസ്ക് ചെയ്തില്ലെങ്കിലേ ഇപ്പോൾ ഈ ഐലൻഡിൽ തന്നെ ആ ഐലൻഡിൽ പൊട്ടി ചാകത്തുണ്ടാവും. മറ്റേ മലയിൽ നിന്നുള്ള റിസ്ക്. ഈ റിസ്കുകളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചത്തിട്ടുണ്ടാവും. എനിക്ക് പേടിയായിരുന്നല്ലോ. ഇതൊക്കെ ചെയ്ത് ചാവും, അതൊക്കെ പേടിയായിരുന്നു കേട്ടോ. എങ്ങനെയാ സംഭവം അറിയില്ല. കഷ്ടപ്പെട്ട് കളിച്ചു. എനിക്ക് മൊത്തം പേടിയായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെ എത്തിച്ചു. 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പേടിത്താണ്. പിന്നെയും മലയാണ് വിചാരിച്ചു, കൊക്കണ്ണയാണ് വിചാരിച്ചു. വെള്ളം കുടിക്കാനുള്ളൊരു വകയും കിട്ടി. എല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ മൊത്തം. ഈ പാട്ടും കേൾക്കുമ്പോൾ എല്ലാത്തിനും ഉള്ളൊരു വകം.
എനിക്ക് ഇവിടെയാണ് ഡേഞ്ചർ തോന്നുന്നുണ്ട്. 30 മിനിറ്റായി. പക്ഷെ കുറച്ചും കൂടെ കളിച്ചാൽ നമ്മൾ ഫുൾ ഗ്രോത്ത് വെച്ചിട്ട് പോയാൽ മതിയല്ലേ? ആടാ ഫുൾ ഗ്രോത്ത് വെച്ചിട്ട് പോവണം. ഫുൾ ഗ്രോത്ത് തെറ്റിട്ട് പോകണം. അല്ല കുറച്ചും കൂടെ ഓടിയിട്ട് പോയാൽ മതിയല്ലേ? വെള്ളത്തിൻ്റെ ഉള്ളല്ലോ. വെള്ളം കുടിക്കാൻ പോവാം. അടുത്തില്ലല്ലോ. ഇവിടെ തന്നെ അവിടെ നിന്ന് കുടിച്ചിട്ട് പോയാൽ മതി. പോണ വഴിയില്ലേ കുടിക്കാം. വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റാമിനയും കയറും. അതൊരു പ്രത്യേകതയാണ്. എന്താ അവിടെ എത്തി. ഗൈസ് കുടിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ റിസ്ക് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പടവേ ഉണ്ടാവും. ആ റിസ്കേന്ന് നമ്മൾ രക്ഷപ്പെടുത്തിയത്. ഒരു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഈ വീട് ഫുള്ളായിട്ട് എല്ലാവരും കാണണം. ഗൈസ് നോക്കടാ ചങ്കൂറ്റം. അവിടെ കുറേ ആൾക്കാരുണ്ട്. കുറേ പേരുണ്ട് കേട്ടോ. നമ്മളൊരു പെട്ട സ്ഥലത്ത് വന്ന് ഒന്നും നോക്കണ്ട. സൈഡിൽ കൂടെ പോയല്ലോ. വള്ളത്തിൻ്റെ അടുത്തല്ലേ. അപ്പോൾ ഒരു സ്പൈനെ അറ്റാക്ക് ചെയ്യാൻ വരുമോ അറിയില്ല. അതുകൊണ്ട് നമ്മൾ കാട്ടിൽ നിന്നിട്ട് റീപാക്ക് ഇടാം. എനർജി റീ ആക്കട്ടെ. എനർജി ഒന്ന് റീ ആക്കാൻ നോക്കണ്ടേ ഗൈസ്? എനർജി ഒന്ന് റീ ആക്കാൻ നോക്കണ്ടേ? നോക്കണ്ട ഗൈസ്. ഇന്ന് ഫുള്ളായിട്ട് പോകണം. 0 minutes അഡൽട്ട്. സ്റ്റാമിന ഫുള്ളായുമ്പോഴേക്കും നമ്മൾ അഡൽട്ടായിട്ടുണ്ടാവും. അതെനിക്ക് ഉറപ്പാണ്. ഇത് നോക്കട്ടെ ഫുള്ളായ. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യട്ടോ. ആൽബിനോ ഇപ്പം വരാ. ഇപ്പം ആ സൗണ്ട് എക്സ്ട്രാ സൗണ്ട് വന്നില്ലേ? അത് ക്ഷമിക്കണം കേട്ടോ. എൻ്റെ അനീറ്റിയാണ് പറഞ്ഞ്. ക്ഷമിക്കും. ഗൈസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമ്മൾ കഴിഞ്ഞ് ഫുൾ ഗ്രോത്ത് എത്തിച്ചു. കണ്ടോ ഫുൾ ഗ്രോത്ത് എത്തിച്ചു. level 5 ആയിരുന്നോട്ടെ ഗൈസ്. level 5 ആയി. കഴിഞ്ഞ് level 5. നമ്മളിത് മാറ്റം കറക്റ്റായി. ഇന്ന് ഇത്രയുള്ള വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഉറപ്പായിട്ട് അടിക്കണം ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി ഇടുന്ന വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. ഓക്കെ കഴിഞ്ഞ് ഇത്രയുള്ള വീഡിയോ. ഇത്രയുള്ളൂ. ബൈ ബൈ.